ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. വീട് ഓർഗനൈസ് ചെയ്യുന്ന ചാലഞ്ചിൻ്റെ 15ാമത്തെ ദിവസത്തെ ടാസ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടാസ്ക് ലേഡീസ് വാർഡ്രോബ് ഓർഗനൈസിങ് ആണ്. ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡേ 15 കംപ്ലീറ്റഡ് എന്ന് എഴുതാൻ മറക്കരുത്. അപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഓരോ ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിനി കിച്ചൺ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാ ഏരിയ ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടാസ്കിലോട്ട് പോവാം. ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ളൊരു സ്റ്റീലിൻ്റെ അലമാരയാണ്. എൻ്റെ ഡ്രസ്സുകൾ ഫുള്ളായിട്ടും ഈ ഒരു അലമാരയിൽ വെക്കുന്ന രീതിയിലാണ് നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ ചിലവരെങ്കിലും കമൻറ്റിൽ പറയൂ കേട്ടോ, ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു അലമാര ഇല്ല, ഞങ്ങൾക്ക് ഇത്രയും ഡ്രസ്സില്ല, ഞങ്ങളുടെ എല്ലാവരും ഡ്രസ്സ് കൂടി ഒരു അലമാരയിൽ വെക്കുന്നത് എന്നൊക്കെ കേട്ടോ. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഒതുക്കുക. നമ്മുടെ ഉള്ള ഫെസിലിറ്റീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മുൻപ് എൻ്റെ അലമാരയിൽ ഇത്ര വെളിച്ചുണ്ടായിരുന്നില്ല. നിങ്ങൾ പണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഫുള്ള് ഇരുട്ട് പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം സൈഡിൽ ട്യൂബ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലോട്ട് തീരെ വെളിച്ചില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ എന്തെങ്കിലും വെളിച്ചം കൊടുക്കാനൊരു മാർഗ്ഗം ഉണ്ടോ എന്ന്. അപ്പോൾ ചേട്ടൻ ഇതിൽ LED ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ച് ഈ കാണുന്ന രീതി നല്ല മനോഹരമാക്കി തന്നിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല സൂപ്പർ ഭംഗിയായി. പക്ഷേ അതുപോലെ തന്നെ ഈ അലമാര ഒതുക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടും തോന്നും. കാരണം ലൈറ്റൊക്കെ ഇട്ട് ഇരിക്കല്ലേ. മുൻപ് ഇരുട്ടായിരുന്നുകൊണ്ട് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലൈറ്റ് പിടിപ്പിച്ചപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ പൊടിയൊക്കെ ഇരിക്കുന്നത് ഞാൻ നല്ല രീതിക്ക് കണ്ടത്. അതുകൊണ്ട് തന്നെ അത് വേഗം തന്നെ ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഡ്രസ്സൊക്കെ ഒതുക്കി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷെൽഫിലുള്ള ഓരോ ഐറ്റംസും എടുത്ത് നോക്കി അതിലേതാണ് നമുക്ക് ആവശ്യമുള്ളത്, ഏതെങ്കിലുമൊക്കെ അളവ് പാകില്ലാതിരിക്കുന്നുണ്ടോ, നമ്മൾ തീരെ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ, എന്തെങ്കിലും അതൊക്കെ സോർട്ട് ചെയ്ത് ഒതുക്കി തിരിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓരോ തവണ ഒതുക്കുമ്പോഴും നമ്മൾ ഈ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അലമാരയിൽ നമ്മൾ ഉപയോഗിക്കാത്ത പല ഡ്രസ്സുകളും വെറുതെ ഇരുന്ന് സ്ഥലം വേസ്റ്റാക്കി കളയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഞാൻ നോക്കി അതിന് ശേഷം ഓരോ ഐറ്റംസും ഞാൻ നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ നമ്മൾ മടക്കി വെച്ചതൊക്കെ വൃത്തികേടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പഴയ പോലെ മടക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ മടക്കി വെക്കുന്ന തുണികളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ചുളിവുകൾ ചിലപ്പോൾ തോന്നും കേട്ടോ. ഞാൻ സാധാരണ ഡ്രസ്സുകൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ മടക്കി അൽമാരയിലോട്ട് വെക്കുകയുള്ളൂ, അല്ലാതെ ഫുള്ളും അയൺ ചെയ്തിട്ടൊന്നല്ല വെക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഞാൻ എടുക്കും, അയൺ ചെയ്യും, യൂസ് ചെയ്യും, അതാണ് പതിവ്. എനിക്ക് എമർജൻസി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ഞാൻ ഒരിക്കലും കോട്ടൻ്റെ ടോപ്പ് എടുക്കില്ല. ഷിഫോണിൻ്റെ ടോപ്പുകളുണ്ട്, അതാണ് എടുക്കുക. അത് അയൺ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് ഇട്ടിട്ട് എവിടെയെങ്കിലും പോവാം. പ്ലാൻ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കോട്ടൺ ടോപ്പുകളാണ് ഉപയോഗിക്കുക. ഡ്രസ്സ് വെക്കുമ്പോൾ എപ്പോഴും കാറ്റഗറി അനുസരിച്ച് തരം തിരിച്ചിട്ട് വെക്കുക. ഞാൻ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കാം കുർത്തീസ്, അതിൻ്റെ കൂടെ ലെഗിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടം, പിന്നെ ദുപ്പട്ട, ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കുക. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ടീഷർട്ടും ജീൻസും ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക, ഇല്ലയെന്നുണ്ടെങ്കിൽ സൽവാർ സെറ്റുകളായിട്ട് വാങ്ങാൻ കിട്ടുന്നതാവും. എങ്ങനെയായാലും തരം തിരിച്ചിട്ട് ഒതുക്കി വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എടുക്കാനും വെക്കാനും ഒക്കെ ഈസി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അലമാരയിൽ ഡ്രസ്സ് വെക്കുമ്പോൾ ആ അലമാരയിൽ കൊള്ളത്തക്ക രീതിയിലുള്ള ഡ്രസ്സുകൾ വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഉപയോഗിക്കാത്തതും പാകമില്ലാത്ത ഐറ്റംസൊക്കെ എടുത്ത് മാറ്റണമെന്ന്. അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോഴും കൂടി 2 വട്ടം ആലോചിച്ചിട്ട് വാങ്ങുക. ഇത് ആവശ്യമുണ്ടോ, ഇത് ഉപയോഗിക്കുമോ എന്ന് ഉള്ള രീതിയിൽ 2 വട്ടം ആലോചിച്ച ശേഷം വാങ്ങുക. ഇമ്പൾസായിട്ട് പെട്ടെന്ന് വാങ്ങുന്ന ഒരു രീതി കുറയ്ക്കുക. ഇനി ഞാൻ അലമാരയിലുള്ളിൽ പേപ്പർ വിരിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ പ്ലാസ്റ്റിക് കവറോ നമുക്ക് വിരിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ച ഡ്രസ്സുകളെല്ലാം തന്നെ അതിലോട്ട് തിരിച്ചു വെക്കാം. ഡ്രസ്സ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം, ഇല്ലെങ്കിൽ ബാസ്ക്കറ്റുകൾ യൂസ് ചെയ്യാം. ചിലവർക്ക് അങ്ങനെ ബാസ്ക്കറ്റ് യൂസ് ചെയ്യണോട് താല്പര്യം ഉണ്ടാവില്ല. എനിക്ക് പൊതുവേ ബാസ്ക്കറ്റുകളിൽ ഈ മോഡൽ ബാസ്ക്കറ്റാണ് ഏറ്റവും ഇഷ്ടം. ഒരുപാട് ടൈപ്പ് ബാസ്ക്കറ്റ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽ അല്ല, ഫോൾഡബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു മോഡലാണ്. ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അതുപോലെ തന്നെ മീഷോയിലൊക്കെ ഇതുപോലത്തെ പല കളേഴ്സിൽ ഈ ബോക്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ അലമാരയുടെ അളവെടുക്കുക, അതിനുശേഷം മാത്രം ഓർഗനൈസേഴ്സ് വാങ്ങുക.
വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ വെക്കാൻ അളവ് കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ അത് വെറുതെ വേസ്റ്റ് ആയി പോകും. അളവെടുത്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ ഓർഗനൈസർ തിരഞ്ഞെടുക്കുക. എനിക്ക് ഏറ്റവും ഉപകാരം തോന്നിയത് ഈ ഒരു മോഡൽ ഓർഗനൈസർ ആണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചില പ്രത്യേകതകളാണ്. അതായത് നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുർത്തീസാണ് വെക്കുന്നത്, ഷോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതായാലും ഒരു 10-15 എണ്ണം നമുക്ക് വെക്കാം. നമ്മൾ അയൺ ചെയ്തിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഒഴുകുന്ന മോഡൽ ഇങ്ങനത്തെ ടോപ്പൊക്കെ ആണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ അയൺ ചെയ്യാതെ വെക്കുന്നതുകൊണ്ട് തന്നെ ഞാനൊരു 10 ടോപ്പൊക്കെ മാക്സിമം ഈ ഒരു ബോക്സിൽ വെക്കുന്നുള്ളൂ. ഈ ബോക്സിൽ മടക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തട്ടി മറിഞ്ഞ് വീഴുന്ന പ്രോബ്ലം ഇല്ല. പിന്നത്തെ കാര്യമുള്ളത്, ഒരു ബോക്സ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചാൽ അപ്പുറത്തെ ഭാഗത്ത് ബോക്സ് വെക്കണ്ട. ഇതുപോലെ ഒരു ഡിവൈഡർ പോലെ ആയി ഇത് ഓൾറെഡി. പിന്നെ എടുക്കാനും വെക്കാനും ഈസിയാണ്. ഏറ്റവും എളുപ്പം ഒതുക്കുന്ന സമയത്ത് നമുക്ക് ഈ ബോക്സ് അങ്ങനെ തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ച് ഡ്രസ്സൊക്കെ ഒതുക്കി അതേപോലെ തിരിച്ചു വെക്കാം. നല്ല എളുപ്പമാണ്. ഈ ഒരു ഓർഗനൈസർ ഞാനൊരു അലമാരയിൽ വെച്ച ശേഷമാണ് എൻ്റെ അലമാര ഈ കാണുന്ന രീതിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ഡ്രസ്സ് ചിലപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചതൊക്കെ ചുക്കി ചുളിഞ്ഞിരിക്കുന്നുണ്ടാവും, അങ്ങനെയല്ല. പക്ഷെ പെട്ടെന്ന് എല്ലാ ഡ്രസ്സ് കാണാനും എടുത്ത് വെക്കാനും ഒതുക്കി വെക്കാനും ഒക്കെ ഭയങ്കര സൗകര്യമായി. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അലമാര ഈ മോഡലാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെന്ന് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു എൻ്റെ അലമാര. ഞാൻ ഇത്രയും മടിയുള്ള ഒരാളായിട്ടും ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തായാലും പറ്റും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രസ്സുകളും, അതായത് പാർട്ടി വെയർ സൽവാർ ആയാലും കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന സൽവാറുകളായാലും പിന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലിടുന്ന ഡ്രസ്സുകളായാലും നൈറ്റ് വെയർസ്, ഇതെല്ലാം തന്നെ ഈ ഒരു സെക്ഷനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പോർഷനിലാണ് മുഴുവനായിട്ടും ഒതുക്കി വെച്ചിട്ടുള്ളത്. ഷോളുകളൊക്കെ ഞാൻ ഷിഫോണിൻ്റെ ഷോളുകളെല്ലാം തന്നെ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും എടുക്കുന്ന ഷോളുകളാണ്. ഇനി നമ്മൾ നല്ല ഷോളുകൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച ബോക്സിലാണ് വെച്ചിരിക്കുന്നത്. ഷിഫോണിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഷോളുകളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ട് അതിൻ്റെ അളവനുസരിച്ച് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെനിക്ക് അയൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ല. ജസ്റ്റ് അതിൻ്റെ റോള് നിർത്തിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് കസേരമേ നിർത്തിയിട്ടാൽ അത് നല്ല ചുളിവൊക്കെ ഇല്ലാതെ ഇരിക്കാറുണ്ട്. കോട്ടൻ്റെ ഞാനിങ്ങനെ വെക്കാറില്ല, കാരണം ഭയങ്കരമായിട്ട് ചുളിവ് വരും. ഷിഫോണിൻ്റെ ഇതുപോലെ വെച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എനിക്ക് മെത്തേഡാണ് ഏറ്റവും എളുപ്പമായിട്ട് കുറേ നാളായിട്ട് ട്രൈ ചെയ്തിട്ട് ഈസി ആയിട്ട് തോന്നിയത്. ഇങ്ങനത്തെ ഷെൽഫിൽ, വലിക്കുന്ന മോഡൽ ഷെൽഫിൽ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കുക. ഇനി സാരി ഞാൻ ഒതുക്കി വെക്കുന്നത് ഇതുപോലെയുള്ള സാരി ബാഗിലാണ്. ഞാൻ സാരി ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. എന്നിരുന്നാലും ഉള്ള സാരികൾ ഇങ്ങനത്തെ ബാഗിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം 10 സാരിയൊക്കെ നമുക്കിതിൽ വെക്കാൻ പറ്റും. നന്നായി അയൺ ചെയ്താൽ നമുക്ക് കൂടുതൽ വെക്കാനായിട്ട് പറ്റും കേട്ടോ. സാരി വെക്കാൻ ഒരു ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൗസുകൾ സെപ്പറേറ്റ് ആയിട്ട് മാച്ച് ചെയ്ത് ചെയ്യുന്ന ബ്ലൗസുകളൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനത്തെ ബ്ലൗസ് ബാഗ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അതിൽ വെക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അളവ്. അതുകൊണ്ട് തന്നെ ബ്ലൗസുകളൊക്കെ ഒതുക്കി നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ കയ്യിൽ സിംഗിൾ ആയിട്ടുള്ള സാരികളോ അല്ലെങ്കിൽ പാർട്ടി വെയർ ആയിട്ടുള്ള അനാർക്കലി അങ്ങനത്തെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിംഗിൾ ആയിട്ടുള്ള സാരി ബാഗിൽ വെക്കാം. ഇതിൽ 1-2 ഐറ്റംസ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് നമുക്ക് നല്ല സൗകര്യമായിട്ട് ഒതുക്കി വെക്കാൻ പറ്റും. പാർട്ടി വെയർ ഡ്രസ്സുകളും അതുപോലെ തന്നെ സാരിയും ഇങ്ങനത്തെ ബാഗിൽ വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത് വല്ലപ്പോഴും മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ആവശ്യമുള്ളപ്പോൾ ഈ ഒരു ബാഗ് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാരിയും സൽവാറൊക്കെ എളുപ്പത്തിൽ തന്നെ കിട്ടും. അതിൻ്റെ കൂടെയുള്ള അതിൻ്റെ സെറ്റ് ആയിട്ടുള്ള ബ്ലൗസ് ആയാലും ദുപ്പട്ടയോ അല്ലെങ്കിൽ ബോട്ടോ ആയാലും ഒക്കെ സെറ്റായിട്ട് ഇരുന്നോളും. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ് പാർട്ടി വെയർ ഡ്രസ്സ് ഒതുക്കാനായിട്ട്. ഇതൊരു തവണ നമ്മൾ വാങ്ങിയാൽ നമുക്കിത് വർഷങ്ങളോളം ഉപയോഗിക്കാം. നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെയുള്ള കാര്യമുള്ളത്, സിബുള്ള മോഡൽ വാങ്ങുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ സിബ് നാശമാവും. പക്ഷെ നമുക്ക് ബാഗ് ശരിയാക്കണോടത്ത് കൊടുത്താൽ അത് ശരിയാക്കി കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ ഏറ്റവും താഴെയുള്ള 2 ചെറിയ ഷെൽഫിലാണ് ഈ ബാഗുകൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാഗ് ആയതുകൊണ്ട് തന്നെ ഇത് വെയിറ്റും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് താഴത്തുനിന്ന് എടുത്ത് നമുക്ക് കട്ടിലുമ്പോൾ വെച്ച് ആവശ്യമുള്ള ഐറ്റംസ് എടുത്ത് തിരിച്ച് വെക്കാൻ ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ബാഗുകളാണ്. അങ്ങനെ ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അലമാര ഏകദേശം നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ അലമാര ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അലങ്കോലമാകുമ്പോൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ഷെൽഫ് എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ടാസ്ക് നിങ്ങൾ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.